മാൽദീവ്സ് ഒരു സ്കാം. എന്റെ ഭയങ്കര വലിയ ഫിയർ ആയിരുന്നു ഓഷ്യൻ ഡെപ്ത്. ബൈ ദ വേ ഞാൻ മുനീഷ് ഇതിനെ കാണാനില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അർജുൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അത് ശരിയായിട്ട് നടന്നുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉറക്കത്തിൽ നിന്നും കണ്ണ് തുറക്കുമ്പോ പറയാൻ പാടില്ല, സ്ഥലം പറയാൻ പാടില്ല. അപ്പൊ ഇന്നലെ നമ്മള് ഭയങ്കര പ്രിപ്പറേഷൻസും കാര്യങ്ങളും, ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, പെട്ടെന്നുള്ള പ്ലാനിങ്ങിലുള്ള ഒരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല, പെട്ടെന്നുള്ള പ്ലാനിങ്ങിലെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് കൊച്ചിൻ എയർപോർട്ടിലാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. നമുക്ക് ആ ഫ്രണ്ട് ആരാണെന്ന് നോക്കാം. ബിഫോർ ദാറ്റ് ഇന്നലത്തെ വീഡിയോസ് നമ്മുടെ പ്രിപ്പറേഷൻസ് പോയി നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് വരും. ബാക്കി ഞാൻ എടുക്കാൻ വിട്ടുപോയി, കാരണം അത്രയും തിരക്കായിരുന്നു. ഓക്കെ, തിരക്ക്. ഓക്കെ, അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുന്നത്, തലേ ദിവസം ഓഫ് എ ട്രിപ്പ്, പ്ലാനിങ് ഫോർ ആൻ അൺപ്ലാൻ ട്രിപ്പ്. അതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ, അപ്പൊ ഗൈസ്, എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് കുറച്ച് നാളായി വിചാരിക്കുന്നു നമുക്കൊരു ട്രിപ്പ് വേണം. ഇങ്ങനെ നമ്മള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്കൊരു ബ്രേക്ക് വേണ്ട, ക്രിയേറ്റീവ് ബ്ലോക്ക് ഒരു ബ്രേക്ക് വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഫെബ്രുവരിയിൽ ഗോവയിൽ പോകാൻ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് വേറെ കുറച്ച് ടാസ്കുകൾ വന്നു. നമ്മൾ അതിന്റെ പുറകെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു നമുക്ക് ഡാർജിലിംഗ് പോവാം. പുറത്തേക്ക് എവിടെയും പോവാണ്ട, നമുക്ക് സമയമില്ല, നമുക്ക് ഇന്ത്യ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം എന്തൊക്കെയായിരുന്നു. അതെ, കാരണം 24ലാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയത്. അപ്പൊ 26 എങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതൊന്നും നടക്കാതെ ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ തോന്നി ഇങ്ങനെ ഇരുന്നാ പറ്റില്ല, ജസ്റ്റ് പ്ലാൻ ഫോർ വെരി ഇമ്മീഡിയറ്റ്ലി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എനിക്ക് ഷോപ്പിൽ കയറണം. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഈ പെട്ടെന്നുള്ള ഈ ഒരു ഇമ്മീഡിയറ്റ് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളൊരു ട്രാവൽ ഏജൻസിയാണ്, ഒരു ട്രാവൽ പാർട്ട്ണർ ഉണ്ട്. നമ്മൾ ആ ട്രാവൽ പാർട്ട്ണറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം ഓരോ പ്രിപ്പറേഷൻ, അവന്മാരാണ് ഇതിന് കാരണക്കാര്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് അവര് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മാറ്റി വെക്കുന്നത്, ഇപ്പൊ തന്നെ പോവാ, നിങ്ങൾ പാടാൻ നോക്കി നിൽക്കുന്ന സമയങ്ങളെ ഈസി അല്ലേ, വെരി ഈസി. 4 days and 4 nights ആണ് നമ്മുടെ ട്രിപ്പ്. അപ്പോ എന്റെ ഓൾറെഡി അന്ന് ഗോവയ്ക്ക് പോയി മേടിച്ച് വെച്ച 2 ഡ്രസ്സ് ഉണ്ട്. പക്ഷെ അതിപ്പോ ഞാൻ ഒരു വീഡിയോയിലൊക്കെ ഇട്ടുന്ന തോന്നുന്നത്, അതുകൊണ്ട് ഒരെണ്ണേ ഉള്ളൂ എനിക്കിപ്പോ. അപ്പൊ ബാക്കി 3 ഡ്രസ്സ് പിന്നെ മാൽദീവ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ഔട്ട്ഫിറ്റ് ഹണ്ടിങ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധൃതി പിടിച്ച് ഞാൻ ഇതുവരെ ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല ഗൈസ്, അതും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് വേണ്ടി എന്ന് ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് ഉള്ളില്. അങ്ങനെ കയ്യിൽ കിട്ടിയ കുറച്ച് ബീച്ച് വെയേഴ്സിൽ നിന്ന് ഞാൻ 2 എണ്ണം എടുത്തു. ഡ്രസ്സൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ. അപ്പൊ നമ്മൾ പോകുന്ന ഒരു ഐലൻഡിലാണ്, അപ്പൊ അതിന് ചുറ്റും വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഇനി വെള്ളത്തിലിടാനുള്ള കുറച്ച് ഡ്രസ്സസ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വേറൊരു കടയിൽ പോയി. ഈ ഒരു സ്വിമ്മിംഗ് സ്യൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഇതാണ്. അപ്പൊ ഇത് വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ ട്രിപ്പ് ഓണാക്കാം ഗൈസ്. അപ്പൊ നമുക്ക് കൂടെ വരുന്ന ഫ്രണ്ട് കൊറേ നേരെ നമ്മളിവിടെ കാത്തിരിക്കുന്നു ഫുഡിന് വേണ്ടിട്ട്. എടാ, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ സിബ്ലിംഗ് ആണ്. എന്റെ സിബ്ലിംഗ് ആണോ ശ്വേത, എന്റെ ട്വിന്നാണോ? അല്ല ഗൈസ്, നമ്മള് ഫ്രണ്ട്സ് ആണ്.
ഇല്ല, കണ്ടിട്ടില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ പറയും ശ്വേത ചേച്ചി എന്ത് നാഗചേച്ചിയുടെ മുഖം ഇങ്ങനെ വരും. നീ പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ, നിന്റെ കുടുംബത്ത് കയറി വന്നോ? അതാക്കണോട്ടോ ഗംഗേ. അത് നമ്മള് റെഡിയാക്കിക്കോളാം. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ കയറി. ഹായ് രാമു. ടൈം 10 o'clock ആവുമ്പോ നമ്മൾ അവിടെ എത്തും. A few moments later. ഒരു സൂത്രം കാണിച്ചിടട്ടെ. അങ്ങനെ ഗായ്സ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു എയർപോർട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എവിടെയാണെന്ന്. ഇത് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലി എയർപോർട്ടാണ് ഗായ്സ്. ആൻഡ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് മാൽഡീവ്സ്. ഇനിയാണ് കളി. ഇനി ഫുള്ള് നമ്മള് കടലിലാണ് കളി. എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ തന്നെ നീല കളറിലുള്ള കടലാണ് ചുറ്റിലും. സത്യം പറഞ്ഞ ഈ കളർ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഈ ബ്ലൂ കണ്ടിട്ട് നമ്മൾ തന്നെ വിചാരിക്കും ഇതൊന്നും വല്ല സ്വിമ്മിംഗ് പൂൾ ആണോന്ന്. അത്രയും നമ്മൾ ഈ കളർ കലക്കിയ ബ്ലൂ ഇല്ലേ, ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ട്. മാൽഡീവ്സിന്റെ സ്പെഷ്യാലിറ്റി തന്നെ 1 island 1 resort ആണ്. 1000-ലധികം ഐലൻഡ്സ് ഉണ്ട് ഇവിടെ. അതിൽ 170ഓളം റിസോർട്ട് ഐലൻഡ്സ് ആണ്. അപ്പൊ അവരുടെ തന്നെ ബോട്ട് സർവീസ് ആണ് ഇത്. അപ്പൊ നമുക്ക് അതിൽ കയറി വില്ല നോട്ടിക്കയിലേക്ക് പോവാം ഗൈസ്. വൗ ഗൈസ്, എന്താ നമ്മുടെ രാശി. വന്നിറങ്ങിയില്ല, ഒടുക്കത്തെ മഴ. സ്വാഭാവികം. അങ്ങനെ അങ്ങനെ നമ്മൾ കടലിൽ ഒരു 20 മിനിറ്റ് യാത്ര ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഐലൻഡ് ആയ പാരഡൈസ് ഐലൻഡിലുള്ള വില്ല നോട്ടിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യോ, എനിക്ക് ഇവിടുത്തെ വെള്ളം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തൊരു രസമാണെന്നറിയോ. അല്ലെങ്കിലും ഈ വേവ് ഇല്ലാത്ത കടൽവെള്ളം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം എന്താ പറയാ എക്സൈറ്റ്മെന്റ് ആണല്ലോ. ആ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഫുള്ള്. അപ്പൊ നമുക്കിനി റിസോർട്ടിനകത്തേക്ക് പോകാം, ചെക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. ഇത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇത് നമ്മൾ എന്ന് ഊരുന്നോ അന്ന് നമ്മൾ ചവിട്ടി പൂർത്തി. ദെൻ നമ്മുടെ ഹോസ്റ്റൽ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. നമ്മൾ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ആണ് എടുത്തിരുന്നത്. അതുകൊണ്ട് 3 times ഫുഡ്, ബീവറേജസ് എല്ലാം തന്നെ ഫ്രീ ആണ്. അതിനുശേഷം അവർ നമ്മൾ റിസോർട്ട് ടൂറിന് കൊണ്ടുപോയി. കാരണം റെസ്റ്റോറൻറ്റ്സ്, നമ്മുടെ റൂം എല്ലാം എവിടെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഗൈസ്, ലൊക്കേഷൻ എല്ലാം പറഞ്ഞു തരാണ്. റിസോർട്ട് ടൂർ ഒക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റൂം ഒന്ന് കണ്ടാലോ ഗൈസ്. ആദ്യം തന്നെ നമ്മുടെ വാഷ്റൂം കാണിച്ചു തരാം. ബാത്ത് ടബിന് പുറമെ ആയിട്ട് നമുക്കൊരു ട്രോപ്പിക്കൽ ബാത്ത് ഏരിയയും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഔട്ട്ഡോറിൽ നിന്ന് കുളിക്കാം. റൂം നല്ല സ്പേഷ്യസ് ആണ്, മാത്രമല്ല നല്ല എസ്തെറ്റിക് ലുക്കാണ് കേട്ടോ. ചെമ്പരത്തി കൊണ്ടൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഒരെണ്ണെടുത്ത് ഞാൻ തലയിലും വെച്ചു. എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കാണാൻ? റൂമിൽ ഇതുപോലെ ബിവറേജസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും തൊട്ട് പോരുന്നതാണ് രാമൂട്ടൻ പറഞ്ഞത്. കാരണം ഇത് ചാർജബിൾ ആണ്. നമ്മുടെ ഇൻക്ലൂസീവ് പാക്കേജ് ആയതുകൊണ്ട് നമ്മുടെ ബിവറേജസ് എല്ലാം ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. റൂം ആക്ച്വലി ഫുൾ ഒരു എസ്തെറ്റിക് ലുക്ക് ആണ് കേട്ടോ. അതൊരു കൊണ്ടുവരാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രൈവറ്റ് പൂൾ ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഗൈസ് ഹൈലൈറ്റ്. ഞാൻ ഈ പോകുന്നത് നമ്മുടെ റൂമിൽ നിന്ന് നേരെയുള്ള ബീച്ച് വ്യൂയിലേക്കാണ്. ആക്ച്വലി എല്ലാ റൂമിൽ നിന്നും ബീച്ചിലേക്ക് ഇതുപോലെ ഒരു എൻട്രൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റൂമിൽ നിന്ന് നേരെ ഓടി വന്ന് ബീച്ചിലേക്ക് എടുത്ത് ചാടാം. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ദിസ് വ്യൂ ഇസ് മോർ ദാൻ എനഫ് ഗൈസ്. സത്യം പറയാലോ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഈ ബീച്ചിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി പിടിക്കാം. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു വില്ല നോട്ടിക്ക ഗൈസ്. അപ്പൊ നമുക്ക് ഈ 4 ദിവസം അടിച്ചു പൊളിക്കാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഹാവ് ഫുഡ് ഗൈസ്. ഇതാരാ തീറ്ററപ്പായോ? എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങിക്കോ ഗൈസ്. ഇത് ആക്ച്വലി വലിയ വലിയ ദൂരങ്ങളായതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഗ്രിൽ ഫിഷ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഫുഡ് എടുത്തോണ്ട് വന്നിട്ട് കാണാം. ഒരുപാടൊന്നും എടുത്തില്ല ഗൈസ്. ഞാൻ ഈ ഡെസേർട്ടും ഇതിന്റെ ലെബനീസ് റൈസും, ലെബനീസ് റൈസ് വിത്ത് ചിക്കൻ ഗൈസ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണ്. അപ്പൊ ഇവിടെ തന്നെ കുറേ എന്താ പറയാ സ്പോർട്സ് ഏരിയ ഉണ്ട്. ബില്ലിയാർഡ്സ്, ടേബിൾ ടെന്നീസ് ആൻഡ് അവിടെ ജിമ്മെല്ലാം ഉണ്ട്. അല്ലേ രാമു? ജിമ്മിനൊന്നും മനസ്സിലാക്കണ്ട. അയാളെന്നെ മോട്ടിവേഷൻ. അയാളെന്നെ മോട്ടിവേഷൻ. ജിമ്മിന് വന്ന് ട്രിപ്പിന് വന്നിട്ട് ജിമ്മിന് പോകുന്നത് അയാളെ പോലെയാണ്.
A few moments later. നമ്മൾ ഡോൾഫിൻസിനെ കാണാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഉൾക്കടലിലേക്ക് യാത്ര ചെയ്യുകയാണ് ഗൈസ്. ഏകദേശം 20 മിനിറ്റ്സോളം നമ്മൾ അകത്തേക്ക് പോയാലാണ് നമുക്ക് ഡോൾഫിൻസിനെ കാണാം. നല്ല വേവ്സ് ഉള്ള സമയത്താണ് കേട്ടോ ഇത് മേലെ കൂടെ ചാടുക. ഈ ഡോൾഫിൻസിന്റെ വേവ്സിന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ സിനിമയിലും പല പല സീൻസിലും വിഷ്വൽസിലൊക്കെ കാണുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും കേട്ടോ, ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ നമ്മുടെ കണ്ണും കൊണ്ട് കാണാമെന്നുള്ളത്. ആൻഡ് എനിക്ക് സീ ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ ബീച്ച് പേഴ്സൺ ടു. സോ ഇതൊക്കെ നേരിട്ട് കാണാന്നുള്ളത് എൻ്റെ കണ്ണിന് ഭയങ്കര കുളിർമയായിരുന്നു ഗൈസ്. ഡോൾഫിൻസിനൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയി. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് വിശക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പോയി ഫുഡ് കഴിക്കാം. എന്ത് കഴിക്കണം എന്നുള്ളത് ആ ഓട്ടത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുതൽ അത്രം വരെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഏത് കഴിക്കണം എന്നറിയണ്ടേ? നോക്കട്ടെ. അവസാനം തപ്പി നമ്മൾ കുറച്ച് ഫുഡും എടുത്ത് ആ ഫുഡ് അവൻ കഴിഞ്ഞും പോയി. ഫുഡൊക്കെ അടിപൊളിയാട്ടോ, ഒന്നും പറയില്ല. മെയിൻ ഇങ്ങനത്തെ ഡെസേർട്ട് ഐറ്റംസ് അടിപൊളിയാണ്. മെയിൻ ഗോസോ ആരും വിസിറ്റ് ചെയ്താലും വന്ന് കഴിക്കാം അല്ലേ? ആ ശരിയാ. പിന്നെ നമ്മൾ അടുത്ത ഫുഡ് എടുത്തിട്ട് വരട്ടെ. ഇത് എന്തെന്നത്, ഇവള് കണ്ടെയ്നർ വിളിച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ. അത്രയും എടുത്തിട്ടുണ്ട് ഇവള്. എല്ലാവർക്കും കൂടി എടുത്തതാ. ആ നൈസ്. ഇവിടെ സോങ് റിക്വസ്റ്റ് ആണ്. നമ്മൾ ചോദിക്കുന്ന സോങ് ഇപ്പൊ ഇവിടെ വെച്ച് തരും. റെഡിയല്ലേ ചോദിക്കാൻ? എന്താ ചോദിക്കാൻ പോകുന്നത്? ആ, വേൽമുരുക ഹരോഹര വയ്പ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ടീച്ചറെ കൊണ്ട് വേൽമുരുക വയ്പ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാകും. The next day. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മാൽദീവ്സിലെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. നമ്മൾ വെല്ലാനോട്ടേക്ക് തന്നെയാണ്. നമ്മൾ നാളെ വില്ല പാർക്കിൽ പോകും. നമുക്ക് 10 മണിയാവുമ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തീരുമാനമാകുമ്പോട്ടാ എന്തായിരിക്കും. ഗുഡ് മോർണിംഗ്. കൊറേ നാളിന് ശേഷം നല്ലൊരു ഉറക്കല്ലേ? അങ്ങനല്ല, ഫ്രീ ആയിട്ട് നന്നായി. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഒക്കെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കയാക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് പോകാനായിട്ട് വാട്ടർ സ്പോർട്സ് ഏരിയയിലേക്ക് പോകാൻ പോകണതാണ് കേട്ടോ. കയാക്കിങ് ആൻഡ് സ്നോർക്കലിംഗ് ഉണ്ട്. അപ്പോൾ സ്നോർക്കലിംഗ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഇവിടെ നിന്ന് തന്നെ, വിത്ത് നമ്മുടെ പാക്കേജിൽ തന്നെ. അപ്പം ഞാൻ അത് വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ബൈ ദ വേ, ഞാൻ മുനീഷ് വേദിനെ കാണാനില്ല. Meanwhile. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജ്യൂസ് കുടിക്കാറുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാലോ നമുക്ക്. A few moments later. ഗായ്സ്, നമ്മുടെ വാട്ടർ സ്പോർട്സ് നടന്നില്ല. അപ്പം ഫുഡ് കഴിക്കാം. സ്വാഭാവികം. ഈ ഫുഡ് കഴിച്ച് 3:30 ആകുമ്പോഴാണ് നമ്മൾ വാട്ടർ സ്പോർട്സ് ചെയ്യാൻ പോവുക. ബിക്കോസ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് 3:30 ആയിപ്പോയി ഇപ്പം കിട്ടിയ ടൈമിങ്. ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി സ്നോർക്കലിംഗ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സ്നോർക്കലിംഗ് എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ബാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ബിക്കോസ് അവിടെയാണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം അവിടെയായിട്ട്. എന്റെ ഭയങ്കര വലിയ ഫിയർ ആയിരുന്നു ഓഷ്യൻ ഡെപ്ത്. കൊറേ നേരം ഞാൻ പേടിച്ചിരുന്നു. എന്നിട്ട് കേറാനാകുമ്പോ ഇറങ്ങിനോ? കേറാറ് അങ്ങനെ ഇപ്പഴാ ധൈര്യം വന്നത് പറയാം. പക്ഷെ കോറൽസ് കണ്ടു, കുറെ ഫിഷസ് കണ്ടു. Just because of you guys, thank you so much. Guys, ഇവിടെ ഈദ് സെലിബ്രേഷൻ നടക്കാണ്. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. അങ്ങനെ സ്നോർക്കലിങ്ങിന് ശേഷം നമ്മളിത് പാപ്പം നിന്നാൻ വന്നു. പക്ഷേ ഏതൊക്കെ എന്തൊക്കെയാണ്, പിന്നെ അത് കുറച്ചധികം ഇൻഫ്ലുവൻസസ് കൂടിയുണ്ട് കേട്ടോ.
ആരാന്ന് വെച്ചാൽ അറിയൊന്നുമില്ലേ? ഗൈസ് മാൽഡീവ്സ് ഒരു സ്കാം. ഇവിടുത്തെ വെതർ ഇങ്ങനെ മഴ വരും മഴ പോകും. പക്ഷെ അടിപൊളിയാണ്, സൂപ്പറാണ്, ഹെവൻ ഓൺ എർത്താണ്. ലൈഫ് ടൈമിൽ അല്ലെ വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ ഗൈസ് വിശേഷം. നാളെ വേറെ റിസോർട്ട്. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. The next day. മോർണിംഗ് ഗായ്സ്, ഇത് വെക്കറ്റ് ചെയ്യാൻ ഓട്ടത്തിലാണ് ഇടാ. ഒരു സാധനങ്ങളും കാണുന്നില്ല, ഒരു സാധനങ്ങളും മറന്നു വെച്ച്. എന്തൊക്കെയോ എടുക്കാനുണ്ട്, എന്തെല്ലാം കിട്ടുന്നതെല്ലാം വാരി എടുക്കാണ്. വെക്കറ്റായെന്ന് വിചാരിക്കുന്നു, എല്ലായും തോന്നുന്നു. ഇതന്ന് വന്ന സാധനം മര്യാദക്ക് കഴിച്ചിട്ടും കൂടിയില്ല. അങ്ങനെ 2 ദിവസം വില്ല നോട്ടിക്കയിൽ അടിച്ചു പൊളിച്ച് നമ്മളിതാ ഇന്ന് വേറൊരു ഐലൻഡിലേക്ക്, വേറൊരു റിസോർട്ടിലേക്ക് ഇന്ന് പോവുകയാണ്. എന്തായാലും പോകുന്നതിന് മുന്നേ കുറച്ച് ഫുഡും കൂടെ കഴിച്ചേക്കാം. ഈ 2 ദിവസം എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും അല്ലെ. എൻ്റെ അത് ഏറ്റവും ബെസ്റ്റ് ആക്കി തന്നത് നമ്മുടെ ട്രാവൽ പാർട്ണർ ആയ ട്രിപ്പിഫൈ മീ ആണ്. സോ എ ബിഗ് താങ്ക്സ് ടു അവർ ട്രാവൽ പാർട്ണർ. അപ്പൊ നിങ്ങളും ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ പാരഡൈസ് ഐലൻഡിനോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മളിതാ അടുത്ത ഐലൻഡിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ആ ഐലൻഡും ആ റിസോർട്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.